ഗുഡ് ആഫ്റ്റർനൂൺ. ആതിര ഒന്ന് വായിച്ച മോളേത് നമ്മൾ അന്നത്തെ ക്ലാസ് കഴിഞ്ഞ പാഠം 7 വേടന്റെ ധർമ്മോപദേശം ഒന്ന് വായിച്ചേ ആതിര. വേടന്റെ ധർമ്മോപദേശം. മിഥിലയുടെ സമീപത്തുള്ള ഒരു ജനപദം. അവിടെ ഒരു വൃക്ഷത്തണലിൽ ഇരുന്ന് വേദമന്ത്രങ്ങൾ ഉരുവിടുകയായിരുന്നു കൗശികൻ. തപസ്യവും പണ്ഡിതനുമായിരുന്നു അദ്ദേഹം. പെട്ടെന്നാണ് ഒരു വെള്ളിൽ പക്ഷി ആ വൃക്ഷത്തിൽ പറന്നു വന്നിരുന്നത്. ഇരുന്ന ഉടനെ അത് കാഷ്ടിച്ചു. കാഷ്ടം മഹർഷിയുടെ തലയിലാണ് വന്നു വീണത്. കൗശികൻ ക്രുദ്ധനായി. അദ്ദേഹം മിഴികൾ ഉയർത്തി പക്ഷിയെ നോക്കി. തപോധനനായ ആ ബ്രാഹ്മണന്റെ പൊള്ളുന്ന നോട്ടത്തിൽ പക്ഷി ദഹിച്ചു ചാമ്പലായി താഴെ വീണു. തന്റെ കോപാഗ്നിയിൽ പക്ഷി എരിഞ്ഞടങ്ങി വീണത് കൗശികനെ വല്ലാതെ ദുഃഖിപ്പിച്ചു. ഈ ദുഃഖത്തോടു കൂടിയാണ് അന്ന് അദ്ദേഹം ഭിക്ഷ തേടാൻ പുറപ്പെട്ടത്. അദ്ദേഹം ഭിക്ഷ തേടി എത്തിയ വീട്ടിൽ ഗൃഹനായിക മാത്രമേ അപ്പോഴുണ്ടായിരുന്നുള്ളൂ. ആഗതനായ ബ്രാഹ്മണനെ കണ്ട് ആ വീട്ടമ്മ അദ്ദേഹത്തിന് ഭിക്ഷ നൽകാനായി ഒരു പാത്രമെടുത്ത് കഴുകി വൃത്തിയാക്കി. ആ സമയത്താണ് അവളുടെ ഭർത്താവ് വിശന്നു വലഞ്ഞു വീട്ടിലെത്തിയത്. അതോടെ അവളുടെ ശ്രദ്ധ മുഴുവൻ ഭർത്താവിലായി. ബ്രാഹ്മണനെ അവിടെ നിർത്തിയിട്ട് അവൾ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനും ഭക്ഷണം നൽകുന്നതിനുമായി അകത്തേക്കു പോയി. അതോടെ അവൾ ഭിക്ഷയ്ക്കായി വെളിയിൽ കാത്തു നിൽക്കുന്ന ബ്രാഹ്മണന്റെ കാര്യം മറന്നു. കുറെ കഴിഞ്ഞാണ് അവൾക്ക് അക്കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഭിക്ഷയുമായി അവൾ ബ്രാഹ്മണന്റെ പക്കൽ ഓടിയെത്തി. എങ്കിലും തന്നോട് കാട്ടിയ ഈ അവഹേളനം കൗശികന് തീരെ സഹിച്ചില്ല. അദ്ദേഹത്തിന്റെ ക്രോധം ജ്വലിച്ചു. ഇതുകണ്ട് ആ ഗൃഹനായിക പറഞ്ഞു, അങ്ങ് കോപിക്കുന്നത് ശരിയല്ല. ഒരു സ്ത്രീയുടെ പ്രധാന ധർമ്മം ഭർതൃ ശുശ്രൂഷയാണ്. എന്റെ ധർമ്മം അനുഷ്ഠിച്ചതിൽ അങ്ങ് കോപിക്കുന്നത് ശരിയല്ല. വൃക്ഷത്തിലിരുന്ന വെള്ളിൽ പക്ഷിയല്ല ഞാൻ. മറ്റാരും അറിയാത്ത ഈ വസ്തുത ആ സ്ത്രീയിൽ നിന്നും കേട്ടപ്പോൾ കൗശികൻ അമ്പരന്നു പോയി. ബ്രാഹ്മണനാണെങ്കിലും ധർമ്മത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് കൗശികൻ വേണ്ടവണ്ണം ഗ്രഹിച്ചിട്ടില്ലെന്ന് ആ സ്വാതി അഭിപ്രായപ്പെട്ടു. അതിനാൽ മിഥിലാപുരിയിൽ മാംസവിക്രയം ചെയ്യുന്ന ഒരു വേടനുണ്ടെന്നും ധർമ്മവ്യാധൻ എന്നറിയപ്പെടുന്ന ആ മഹാത്മാവിനെ ചെന്നു കണ്ട് ധർമ്മത്തിന്റെ വിവിധ വശങ്ങളെപ്പറ്റി പഠിക്കണമെന്നും ഉപദേശിച്ചു. അഹങ്കാരം അല്പമൊന്നടങ്ങിയ ബ്രാഹ്മണൻ അത് സമ്മതിച്ചു. ആ വേടനെ ചെന്നു കാണാൻ തന്നെ അദ്ദേഹം ഉറച്ചു. പിറ്റേന്ന് തന്നെ കൗശികൻ മിഥിലാപുരിക്കു യാത്രയായി. മിഥിലയിലെത്തിയ പലരോടും ചോദിച്ചറിഞ്ഞ് ധർമ്മവാദനെ കണ്ടുപിടിച്ചു. അങ്ങാടിയിൽ മാംസം വെട്ടിവിറ്റിരുന്ന അയാളെ കണ്ട് കൗശികൻ അത്ഭുതപ്പെട്ടു. ഇത്രമാത്രം നിഷിദ്ധ കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ എങ്ങനെ മഹാജ്ഞാനിയാകുമെന്നും അദ്ദേഹം സംശയിച്ചു. എന്നാൽ ബ്രാഹ്മണനെ അകലെ നിന്നു തന്നെ കണ്ട വേടൻ അദ്ദേഹത്തെ സാദരം തന്റെ പക്കലേക്ക് വിളിച്ചു. ആ പതിവ്രതയുടെ ഉപദേശ പ്രകാരം എന്നെ കാണാൻ വന്നതല്ലേ എന്ന ചോദ്യം കൂടി കേട്ടപ്പോൾ കൗശികന് അത്ഭുതം ഇരട്ടിച്ചു. ഇതെന്ത് അത്ഭുതം! നീചകർമ്മിയാണെങ്കിലും ഇയാൾ ദിവ്യൻ തന്നെ, കൗശികൻ ചിന്തിച്ചു. വ്യാപാരമെല്ലാം കഴിഞ്ഞ് വേടൻ ബ്രാഹ്മണനെയും കൂട്ടി തന്റെ ഗൃഹത്തിലെത്തി. അതിഥി പൂജകളെല്ലാം കഴിഞ്ഞ് അവർ സംഭാഷണം ആരംഭിച്ചു. ധർമ്മത്തെ പറ്റിയും ആചാര മര്യാദകളെ പറ്റിയും അഹിംസയെ പറ്റിയും അവർ വിശദമായി സംസാരിച്ചു. ഒടുവിൽ ധർമ്മവാദൻ കൗശികനെ തന്റെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി തന്റെ മാതാപിതാക്കളെ കാണിച്ചു കൊടുത്തു. പുത്രനിൽ നിന്നും എല്ലാ പൂജകളും ഏറ്റുവാങ്ങി സന്തുഷ്ടരായി കഴിയുകയായിരുന്നു അവർ. വേടന്റെ സർവ ഐശ്വര്യത്തിനും നിദാനം അവരുടെ അനുഗ്രഹമായിരുന്നു. അവരായിരുന്നു അയാളുടെ കൺകണ്ട ദൈവങ്ങൾ. അതിനാൽ ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി സ്വന്തം മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാൻ വേടൻ കൗശികനെ ഉപദേശിച്ചു. കർമ്മം എന്തായാലും കൊള്ളാം, സ്വന്തം പ്രവൃത്തികൾ കളങ്കമില്ലാത്തതായിരിക്കണം എന്നായിരുന്നു ആ വ്യാധന്റെ ഉറച്ച വിശ്വാസം. ജീവിതത്തിൽ അയാൾ ഏറെ സന്തുഷ്ടനായിരുന്നു. അതുപോലെ സന്തുഷ്ടിയുള്ള ഒരു ജീവിതപാത കണ്ടെത്തിയാലേ തന്റെ മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരൂ എന്ന് കൗശികനെ ബോധ്യപ്പെട്ടു. നെക്സ്റ്റ് ജസ്റ്റിസ് ഒന്ന് വായിച്ചേ. മിഥിലയുടെ സമീപത്തുള്ള ഒരു ജനപദം. അവിടെ ഒരു വൃക്ഷത്തണലിലിരുന്ന് വേദമന്ത്രങ്ങൾ ഉരുവിടുകയായിരുന്നു കൗശികൻ. തപസ്വിയും പണ്ഡിതനുമായിരുന്നു അദ്ദേഹം. പെട്ടെന്നാണ് ഒരു വെള്ളിൽ പക്ഷി ആ വൃക്ഷത്തിൽ പറന്നു വന്നിരുന്നത്. ഇരുന്ന ഉടനെ അത് കാഷ്ടിച്ചു. കാഷ്ടം മഹർഷിയുടെ തലയിലാണ് വന്നു വീണത്.
കൗശികൻ ക്രുദ്ധനായി. അദ്ദേഹം മിഴികൾ ഉയർത്തി പക്ഷിയെ നോക്കി. തപോധനായ ബ്രാഹ്മണന്റെ പൊള്ളുന്ന നോട്ടത്തിൽ പക്ഷി തേച്ച് ചാമ്പലായി താഴെ വീണു. തന്റെ കോപാഗ്നിയിൽ പക്ഷി എരിഞ്ഞടങ്ങി വീണത് കൗശികനെ വല്ലാതെ ദുഃഖിപ്പിച്ചു. ഈ ദുഃഖത്തോടു കൂടിയാണ് അന്ന് അദ്ദേഹം ഭിക്ഷ തേടാൻ പുറപ്പെട്ടത്. അദ്ദേഹം ഭിക്ഷ തേടിയെത്തിയ വീട്ടിൽ ഗൃഹനായിക മാത്രമേ അപ്പോഴുണ്ടായിരുന്നുള്ളൂ. അഗാധനായ ബ്രാഹ്മണനെ കണ്ട് ആ വീട്ടമ്മ അദ്ദേഹത്തിന് ഭിക്ഷ നിൽക്കാനായി ഒരു പാത്രം എടുത്ത് കഴുകി വൃത്തിയാക്കി. ഈ സമയത്താണ് അവളുടെ ഭർത്താവ് വിശന്നു പറഞ്ഞ വീട്ടിലെത്തിയത്. അതോടെ അവളുടെ ശ്രദ്ധ ഭർത്താവിലായി. ബ്രാഹ്മണനെ അവിടെ നിർത്തിയിട്ട് അവൾ ഭർത്താവിന് ശുശ്രൂഷിക്കുന്നതിനും ഭക്ഷണം നൽകുന്നതിനുമായി അകത്തേക്ക് പോയി. അതോടെ അവൾ ഭിക്ഷയ്ക്കായി വെളിയിൽ കാത്തു നിൽക്കുന്ന ബ്രാഹ്മണന്റെ കാര്യം മറന്നു. കുറെ കഴിഞ്ഞാണ് അവൾക്ക് അക്കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഭിക്ഷയുമായി അവൾ ബ്രാഹ്മണന്റെ പക്കൽ ഓടിയെത്തി. എങ്കിലും തന്നോട് കാട്ടി ഈ അപഹേളനം കൗശികന് തീരെ സഹിച്ചില്ല. അദ്ദേഹത്തിന്റെ ക്രോധം ചോദിച്ചു. ഇത് കണ്ട ഗൃഹനായിക പറഞ്ഞു, അങ്ങ് കോപിക്കുന്നത് ശരിയല്ല. ഒരു സ്ത്രീയുടെ പ്രധാന ധർമ്മം ഭർത്തൃ ശുശ്രൂഷയാണ്. എന്റെ ധർമ്മം അനുഷ്ഠിച്ചതിൽ അങ്ങ് കോപിക്കുന്നത് ശരിയല്ല. വൃക്ഷത്തിലിരുന്ന വെള്ളിൽ പക്ഷിയല്ല ഞാൻ. മറ്റാരും അറിയാത്ത ഈ വസ്തുത ആ സ്ത്രീ നിന്ന് കേട്ടപ്പോൾ കൗശികൻ അമ്പരന്ന് പോയി. ബ്രാഹ്മണനാണെങ്കിലും ധർമ്മത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് കൗശികൻ വേണ്ടവണ്ണം ഗ്രഹിച്ചിട്ടില്ലെന്ന് ആ സ്വാതി അഭിപ്രായപ്പെട്ടു. അതിനാൽ മിഥിലാപൂരിൽ മാംസവിക്രയം ചെയ്യുന്ന ഒരു വേടനുണ്ടെന്നും ധർമ്മവ്യാധൻ എന്നറിയപ്പെടുന്ന ആ മഹാത്മാവിനെ കണ്ട് ധർമ്മത്തിന്റെ വിവിധ വശങ്ങളെപ്പറ്റി പഠിക്കണമെന്നും ഉപദേശിച്ചു. അഹങ്കാരം അല്പം നടങ്ങിയ ബ്രാഹ്മണൻ അത് സമ്മതിച്ചു. ആ വേടനെ ചെന്ന് കാണാൻ തന്നെ അദ്ദേഹം ഉറച്ചു. പിറ്റേന്ന് തന്നെ കൗശികൻ മിഥിലാപൂരിക്ക് യാത്രയായി. മിഥിലയിലെത്തിയ പലരോടും ചോദിച്ചറിഞ്ഞ് ധർമ്മവ്യാധനെ കണ്ടുപിടിച്ചു. അങ്ങാടിയിൽ മാംസം വെട്ടിവിട്ടിരുന്ന അയാളെ കണ്ട് കൗശികൻ അത്ഭുതപ്പെട്ടു. ഇത്രമാത്രം നിഷിദ്ധ കർമ്മത്തിൽ ഏർപ്പെടുന്ന ഒരാൾ എങ്ങനെ മഹാജ്ഞാനിയാകും എന്ന് അദ്ദേഹം സംശയിച്ചു. എന്നാൽ ബ്രാഹ്മണനെ അകലെ നിന്ന് തന്നെ കണ്ട വേടൻ അദ്ദേഹത്തെ സാദരം തന്റെ പക്കലേക്ക് വിളിച്ചു. ആ പതിവ്രതയുടെ ഉപദേശപ്രകാരം എന്നെ കാണാൻ വന്നതല്ലേ എന്ന ചോദ്യം കൂടി കേട്ടപ്പോൾ കൗശികൻ അത്ഭുതം വരുത്തിച്ചു. ഇതെന്തത്ഭുതം! നീചകർമ്മിയാണെങ്കിലും ഇയാൾ ദിവ്യൻ തന്നെ. കൗശികൻ ചിന്തിച്ചു. വ്യാപാരമെല്ലാം കഴിഞ്ഞ് വേടൻ ബ്രാഹ്മണനെ കൂട്ടി തന്റെ ഗൃഹത്തിലെത്തി. അതിഥി പൂജകളെല്ലാം കഴിഞ്ഞ് അവർ സംഭാഷണം ആരംഭിച്ചു. ധർമ്മത്തെ പറ്റിയും ആചാര മര്യാദകളെ പറ്റിയും അഹിംസയെ പറ്റിയും അവർ വിശദമായി സംസാരിച്ചു. ഒടുവിൽ ധർമ്മവ്യാധൻ കൗശികനെ തന്റെ വീടിനകത്തേക്ക് കൊണ്ടുപോയി തന്റെ മാതാപിതാക്കളെ കാണിച്ചു കൊടുത്തു. പുത്രനിൽ നിന്ന് എല്ലാ പൂജകളും ഏറ്റുവാങ്ങി സന്തുഷ്ടരായി കഴിയുകയായിരുന്നു അവർ. വേടന്റെ സർവ്വ ഐശ്വര്യത്തിനും നിദാനം അവരുടെ അനുഗ്രഹമായിരുന്നു. അവരായിരുന്നു അയാളുടെ കൺകണ്ട ദൈവങ്ങൾ. അതിനാൽ ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി സ്വന്തം മാതാപിതാക്കളെ ശുശ്രൂഷിക്കാൻ വേടൻ കൗശികനെ ഉപദേശിച്ചു. കർമ്മം എന്തായാലും കൊള്ളാം, സ്വന്തം പ്രവൃത്തികൾ കളങ്കമില്ലാത്തതായിരിക്കണം എന്നതായിരുന്നു ആ വ്യാധന്റെ ഉറച്ച വിശ്വാസം. ജീവിതത്തിൽ അയാൾ ഏറെ സന്തുഷ്ടനായിരുന്നു. അതുപോലെ സന്തുഷ്ടിയുള്ള ഒരു ജീവിതപാത കണ്ടെത്തിയാലേ തന്റെ മനസ്സിൽ ശാന്തിയും സമാധാനം കൈവരൂ എന്ന് കൗശികന് ബോധ്യപ്പെട്ടു. നെക്സ്റ്റ് നിജാദ്. നിജാദ് നിജാദിന് കേൾക്കുന്നില്ലേ? നിജാദേ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? നിജാദിന് കേൾക്കുന്നില്ലേ? ഓക്കെ, അഫ്രാസ് വായിച്ചോ. അഫ്രാസ് ഓക്കെ, വായിച്ചോ. ടെക്സ്റ്റ് വായിച്ചോ. പാഠം 7 അതാണിപ്പോ നമ്മൾ വായിക്കുന്നത്. പാഠം 7 വേടന്റെ ധർമ്മോപദേശം, പേജ് നമ്പർ 30. കേൾക്കുന്നില്ലേ അഫ്രാസിനെ? കേൾക്കുന്നുണ്ടല്ലോ അഫ്രാസിനെ. ടെക്സ്റ്റ് വായിക്കാൻ അഫ്രാസേ. വായിച്ചോ. വൃക്ഷത്തണലിൽ ഇരുന്ന് വേദമന്ത്രങ്ങൾ ഉരുവിടുകയായിരുന്നു കൗശികൻ. തപസ്വിയും
പണ്ഡിതനുമായിരുന്ന അദ്ദേഹം പെട്ടെന്നാണ് ഒരു വെള്ളിൽ പക്ഷി ആ വൃക്ഷത്തിൽ പറന്നു വന്നിരുന്നത്. ഇരുന്ന ഉടനെ അത് കാഷ്ടിച്ചു. കാഷ്ടം മഹർഷിയുടെ തലയിൽ വന്നു വീണത് തലയിലാണ് വന്ന് വീണത്. മഹർഷി ക്രുദ്ധനായി. അദ്ദേഹം മിഴികൾ ഉയർത്തി പക്ഷിയെ നോക്കി തപോധനനായ ആ ബ്രാഹ്മണന്റെ പൊള്ളുന്ന നോട്ടത്തിൽ പക്ഷി ദഹിച്ച് ചാമ്പലായി താഴെ വീണു. തന്റെ കോപത്തിൽ പക്ഷി എരിഞ്ഞടങ്ങി വീണത് കൗശികെ വല്ലാതെ ദുഃഖിപ്പിച്ചു. ദുഃഖത്തോടു കൂടിയാണ് അന്ന് അദ്ദേഹം ഭിക്ഷ തേടാൻ പുറപ്പെട്ടത്. അദ്ദേഹം ഭിക്ഷ തേടിയ വീട്ടിൽ ഗൃഹനായിക മാത്രമേ അപ്പോഴുണ്ടായിരുന്നുള്ളൂ. ആഗതനായ അതായത് എത്തിയ ബ്രാഹ്മണനെ കണ്ട് ആ വീട്ടമ്മ അദ്ദേഹത്തിന് ഭിക്ഷ നൽകാൻ ഒരു പാത്രമെടുത്ത് കഴുകി വൃത്തിയാക്കി. ഈ സമയത്താണ് അവളുടെ ഭർത്താവ് വിശന്നു വലഞ്ഞ് വീട്ടിൽ എത്തിയത്. അതോടെ അവളുടെ ശ്രദ്ധ മുഴുവൻ ഭർത്താവിലായി. ബ്രാഹ്മണനെ അവിടെ നിർത്തിയിട്ട് അവൾ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനും ഭക്ഷണം നൽകുന്നതിനുമായി അകത്തേക്ക് പോയി. അതോടെ അവൾ ഭിക്ഷയ്ക്കായി വെളിയിൽ കാത്തു നിൽക്കുന്ന ബ്രാഹ്മണന്റെ കാര്യം മറന്നു. കുറെ കഴിഞ്ഞാണ് അവൾ ആ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഭിക്ഷയുമായി അവൾ ബ്രാഹ്മണന്റെ പക്കൽ ഓടിയെത്തി. എങ്കിലും കാട്ടിയ ഈ അവഹേളനം കൗശികന് തീരെ സഹിച്ചില്ല. കൗശികന് തീരെ സഹിച്ചില്ല. അദ്ദേഹത്തിന്റെ ക്രോധം ജ്വലിച്ചു. ഇതു കണ്ട് ആ ഗൃഹനായിക പറഞ്ഞു, അങ്ങ് കോപിഷ്ഠനാകുന്നത് ശരിയല്ല. ഒരു സ്ത്രീയുടെ പ്രധാന ധർമ്മമാണ് എന്റെ ധർമ്മം സൃഷ്ടിച്ച അങ്ങ് കോപിഷ്ഠൻ ആയി. വൃക്ഷത്തിലിരുന്ന വെള്ളിൽ പക്ഷിയല്ല ഞാൻ. മറ്റാരും അറിയാത്ത ഈ വസ്തുത സ്ത്രീയിൽ നിന്നു കേട്ടപ്പോൾ
കൗശികൻ സ്ത്രീയിൽ നിന്ന് കേട്ടപ്പോൾ കൗശികൻ അമ്പരന്നു പോയി. ബ്രാഹ്മണനെങ്കിലും ധർമ്മത്തിന്റെ വിവിധ ആശയങ്ങളെ കുറിച്ച് കൗശികൻ വേണ്ടവണ്ണം ഗ്രഹിച്ചിട്ടില്ല എന്ന് ആ അഭിപ്രായപ്പെട്ടു. വിഗ്രഹം ചെയ്യുന്ന ഒരു വേടനുണ്ടെന്നു ധർമ്മവാദൻ എന്നറിയപ്പെടുന്ന ആ മഹാത്മാവിനെ ചെന്നു കണ്ട് ധർമ്മത്തിന്റെ വിവിധ വശങ്ങളെ പറ്റി പഠിക്കണമെന്ന് ഉപദേശിച്ചു. അഹങ്കാരം അല്പമൊന്ന് അടങ്ങിയ മഹർഷി അത് സമ്മതിച്ചു. അവിടെ ആ വേടനെ ഒരു മിനിറ്റ് പിറ്റേന്നു തന്നെ കൗശികൻ മിലദപുരത്തു മിഥിലാപുരി യാത്രയായി. മിഥിലാപുരയിലെത്തി പലരോടും ചോദിച്ചറിഞ്ഞ് ധർമ്മവാദനെ കണ്ടുപിടിച്ചു. അങ്ങനെ അങ്ങാവിടിയിൽ മാംസം വെട്ടി വിറ്റിരുന്ന അയാളെ കണ്ട് കൗശികൻ അത്ഭുതപ്പെട്ടു. ഇത്രയും മാത്രം നിഷിദ്ധം കർമ്മത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ എങ്ങനെ മഹാജ്ഞാനിയാകുമെന്നും അദ്ദേഹം സംശയിച്ചു. എന്നാൽ ബ്രാഹ്മണനെ അകലെ നിന്നു തന്നെ കണ്ട വേടൻ അദ്ദേഹത്തെ സാന്തന്റെ പക്കലേക്ക് വിളിച്ചു. പ്രവിദ്യയെ ഉപദേശിച്ച പ്രകാരം എന്നെ കാണാൻ വന്നതല്ലേ എന്ന ചോദ്യം കൂടി കേട്ടപ്പോൾ എന്താ വിഷയ കൗശികന് അത്ഭുതം ഇരട്ടിച്ചു. ഹെവൻ അടുത്ത ശ്രീവിഷ്ണു മതി മോനെ. ശ്രീവിഷ്ണു വായിച്ചേ. എനിക്ക് വായിക്കണം. വായിച്ചോണ്ടിരുന്നത് മാറിപ്പോയതാ. അല്ല നമ്മള് വായിച്ചു നിർത്തിയത്. ഹെവൻ വായിച്ചു നിർത്തിയത്. ആ പതിവ്രതയുടെ ഉപദേശം പ്രകാരം എന്നെ കാണാൻ വന്നതല്ലേ എന്ന ചോദ്യം കേട്ടപ്പോൾ കൗശികൻ അത്ഭുതപ്പെട്ടു. ഇതെന്ത് അത്ഭുതം! നീചകർമ്മിയാണെങ്കിലും അയാൾ ദിവ്യൻ തന്നെ. കൗശികൻ ചിന്തിച്ചു. വ്യാപാരമല്ല
വ്യാപാരമെല്ലാം കഴിഞ്ഞ് വേടൻ ബ്രാഹ്മണനെയും ഗൃഹത്തിലെത്തി. അതിഥി പൂജകളെല്ലാം കഴിഞ്ഞ് അവർ സംഭാഷണമാരംഭിച്ചു. ധർമ്മത്തെ പറ്റിയും ആചാരമര്യാദകളെ പറ്റിയും അഹിംസയെ പറ്റിയും അവർ വിശദമായി സംസാരിച്ചു. ഒടുവിൽ കർമ്മവ്യാധൻ കൗശികനെ തന്റെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി തന്റെ മാതാപിതാക്കളെ കാണിച്ചു കൊടുത്തു. പുത്രനിൽ നിന്ന് എല്ലാ പൂജകളും മേറ്റുവാങ്ങി സന്തുഷ്ടരായി കഴിയുകയായിരുന്നു അവർ. വേടന്റെ സർവ ഐശ്വര്യത്തിനും നിദാനം അവരുടെ അനുഗ്രഹമായിരുന്നു. അവരായിരുന്നു അയാളുടെ കൺകണ്ട ദൈവങ്ങൾ. അതിനാൽ ഗ്രഹത്തിലേക്കു തിരിച്ചുപോയി സ്വന്തം മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാൻ വേടൻ കൗശികനെ ഉപദേശിച്ചു. കർമ്മം എന്തായാലും കൊള്ളാം. സ്വന്തം പോയോ? ശ്രീവിഷ്ണു പോയി. ഓക്കെ നിജാദെ, ക്ലിയർ ഉണ്ടോ നിജാദെ? എന്നാ മിസ്സേ? എന്നായിരുന്നു ഉറച്ച വിശ്വാസം. ജീവിതത്തിൽ അയാൾ ഏറെ സന്തുഷ്ടനായിരുന്നു. അതുപോലെ സന്തുഷ്ടിയുള്ള ഒരു ജീവിതപാത കണ്ടെത്തിയാലേ തന്റെ മനസ്സിന് ശാന്തിയും സമാധാനവും കൈവരൂ എന്ന് കൗശികന് ബോധ്യപ്പെട്ടു. അപ്പൊ ഇന്ന് നിങ്ങള് ഇതിന്റെ അർത്ഥം എഴുതണം. പാഠം 7 വേടന്റെ ധർമ്മോപദേശം എഴുതി അർത്ഥം എഴുതുക എഴുതണം. ഓക്കെ, പിന്നെ എന്ത് എഴുതണം? എഴുതിയോ? നെക്സ്റ്റ് പര്യായ പദങ്ങൾ എഴുതുക. അത് കഴിഞ്ഞ് വിപരീത പദങ്ങളും എഴുതുക. ബാക്കിയുള്ളത് എഴുതി സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു. അപ്പൊ എല്ലാവരും ഇത് നല്ലപോലെ വായിക്കണേ. വായിക്കാൻ പറ്റാത്ത കുട്ടികൾ നല്ലപോലെ ഇത് വായിക്കണം. അപ്പൊ ഇന്ന് എല്ലാവരും വായിച്ചിട്ട് ഓഡിയോ ക്ലിപ്പ് ഇടണം. ഓക്കെ, വാക്യത്തിൽ പ്രയോഗിക്കാനുള്ളത് ഞാൻ അയച്ചു തരാം. എഴുതിട്ട് അയച്ചു തരാം കേട്ടോ ആതിര. ഓക്കെ, വായിച്ചവര് ഒന്ന് ഇട്ടോ കേട്ടോ. ഓക്കെ, ബൈ 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 മിസ്. അപ്പൊ നല്ല മക്കളായിട്ട് നല്ലപോലെ ഇത് വായിക്കണേ. ടെക്സ്റ്റ് ജീവനൊന്നും ഒന്നിനും കിട്ടുന്നില്ല, വായിക്കാനും കിട്ടുന്നത് അവിടെ സ്ട്രക്ക് ആയി കേട്ടോ. എല്ലാരും വായിക്കണം.